അപ്പോൾ നമ്മുടെ പോളാർ ഫോമിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇസഡ് ഈക്വൽ ടു ഐ. ഓക്കെ, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണ്, ഇസഡ് ഈക്വൽ ടു ഐ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഐ എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരില്ല ഇവിടെ, റിയൽ പാർട്ടില്ല. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, തന്നിരിക്കുന്നതിനകത്ത് ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, ആരില്ല, റിയൽ പാർട്ട് എം ടി ആണ്. എന്ന് വെച്ചാൽ എന്തായിരിക്കാം, റിയൽ പാർട്ട് ഇവിടെ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി എഴുതുന്നു, ഇസഡ് ഈക്വൽ ടു റിയൽ പാർട്ട് 0 ആയതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ നമ്മൾ 0 കൊടുക്കുക. അപ്പോൾ 0 + i എന്ന് മാറ്റി എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടേ, എയുടെയും ബിയുടെയും വാല്യൂ വേണം. ഇവിടെ എയുടെ വാല്യൂ എന്തായിരിക്കാം, 0 ആണ്. ബിയുടെ വാല്യൂ, ഐയുടെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കും. സോ ബിയുടെ വാല്യൂ എന്താണ് ഇവിടെ, 1 ആണ്. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. അപ്പോൾ അടുത്ത് വേണ്ടത് ആറിൻ്റെ വാല്യൂ ആണ്. സോ ആറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, √(a² + b² എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എയുടെ വാല്യൂ 0യും ബിയുടെ വാല്യൂ 1ഉമാണ്. അപ്പോൾ ഇക്വേഷനകത്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ √(a)ക്ക് പകരം 0 കൊടുക്കുക. അപ്പോൾ എക്ക് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ 0² പ്ലസ് ബിക്ക് പകരം 1 കൊടുക്കുകയാണെങ്കിൽ 1² എന്ന് മാറും. ഓക്കെ, അപ്പോൾ 0² 0 തന്നെയാണ്, ബാക്കി 1² 1. അപ്പോൾ റൂട്ടിനകത്ത് ആര് മാത്രമേ ഉള്ളൂ, ബാക്കി 1 മാത്രം. സോ √1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ √1ൻ്റെ വാല്യൂ എന്താണ്, അത് 1 ആണ്. സോ എന്ത് കിട്ടി, ഇവിടുന്ന് ആറിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി. അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ വേണ്ടേ, അടുത്ത വേണ്ട ടൈം എന്ന് പറയുന്നത് ടാൻ ആൽഫയാണ്. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു, അപ്പോൾ ടാൻ ആൽഫയുടെ ഇക്വേഷൻ എന്താണ്, ടാൻ ആൽഫ എന്ന് പറയുന്നത് മോഡ് b/a ആണ്. അപ്പം ബിയുടെ വാല്യൂ എന്താ അവിടെ, ബിയുടെ വാല്യൂ 1ഉം എയുടെ വാല്യൂ 0യുമാണ്. അപ്പോൾ ഇക്വേഷനകത്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ടാൻ ആൽഫ ഈക്വൽ ടു 1/0 എന്ന് കിട്ടും. ടാൻ ആൽഫ ഈക്വൽ ടു 1/0. സോ 1/0 എന്താണ്, 1/0 നമുക്കറിയാം നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് ഏത് നമ്പറിൻ്റെയും താഴെ ഡിനോമിനേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ അതിനെന്തില്ല, റിയൽ നമ്പേഴ്സിൽ വാല്യൂ ഇല്ല, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, മേളിലാണ് 0 വരുന്നതെങ്കിലോ 0/1 ആണെങ്കിൽ അത് എപ്പോഴും 0 ആയിരിക്കും. മോള് ന്യൂമറേറ്ററാണ് 0 എങ്കിൽ ആ നമ്പർ എപ്പോഴും 0 ആയിരിക്കും. ഇനി അതല്ല ഡിനോമിനേറ്ററാണ് 0 വരുമെങ്കിൽ എന്തായിരിക്കും, അത് നോട്ട് ഡിഫൈൻഡും ആണ്. സോ ഇവിടെ കിട്ടിയത് ടാൻ ആൽഫ ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് എന്ന് വന്നു. ഇവിടെ നിർത്തരുത്, കാര്യം എന്താ, ടാനിന് ഏതോ ആംഗിളിൽ നോട്ട് ഡിഫൈൻഡ് ഉണ്ട്. അപ്പോൾ ആലോചിക്കുക, ടാനിൻ്റെ ഏത് ആംഗിളിലാണ് വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആകുന്നത്, എവിടെയാണ്, 90 ഡിഗ്രി അല്ലെങ്കിൽ π/2ലാണ്. ഓക്കെ, അപ്പോൾ ടാനിന് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ആംഗിൾ വാല്യൂ കിട്ടുന്നത് ഏത് ആംഗിളിലാണ്, π/2ലാണ്. സോ ഇവിടെ എന്തായിരിക്കും, ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്ത് കിട്ടി, π/2 എന്ന് കിട്ടി. അപ്പോൾ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തെന്ത് ആലോചിക്കണം, നമ്മളെ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ക്വാഡ്രൻ്റാണ് എന്ന് ആലോചിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയുടെയും ബിയുടെയും സൈൻ നോക്കുക. ഇവിടെ എ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ബിയും പോസിറ്റീവാണ്. അപ്പോൾ എയും ബിയും പോസിറ്റീവാണ്, ഏതായിരിക്കും ക്വാഡ്രൻ്റ്, അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അതായത് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, എക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ പോസിറ്റീവ് ആയതുകൊണ്ട്. ബി എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ട് വൈയുടെ പോസിറ്റീവ് ഡയറക്ഷൻ റൈറ്റിലേക്ക് പോകും. അപ്പോൾ രണ്ടും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സോ എന്തായിരിക്കും അവിടെ, തീറ്റ ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഇനി ആദ്യത്തെ ക്വാഡ്രൻറ്റിൽ തീറ്റയുടെ വാല്യൂ ആലോചിക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് π/2 ആണ്. തീറ്റ ഈക്വൽ ടു ആൽഫയാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തീറ്റ ഈക്വൽ ടു ആൽഫയാണ്. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുക. തീറ്റ ഈക്വൽ ടു ആൽഫ ഈക്വൽ എന്താണ്, π/2. കിട്ടിയ ആൽഫയുടെ വാല്യൂ π/2. ഇവിടെ തീറ്റയുടെ വാല്യൂ കിട്ടി, അതിലെന്ത് കിട്ടി നമുക്കിവിടെ, ആറിൻ്റെ വാല്യൂ 1 ഉണ്ട്. ഇനി നമ്മൾ പോളാർ ഫോം എഴുതുക. പോളാർ ഫോം എന്താണ്, r × cos θ + i sin θ ആണ്. അപ്പോൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ r ന് പകരം 1 × cos θ, തീറ്റയ്ക്ക് പകരം π/2 പ്ലസ് i × sin തീറ്റയ്ക്ക് പകരം വീണ്ടും π/2. അപ്പോൾ അതാണ്ടേ 1 × cos π/2 പ്ലസ് i sin π/2 ആയിരിക്കും നമ്മുടെ പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പോളാർ ഫോം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പോളാർ ഫോം എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായി കാണും. അപ്പോൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് എല്ലാം നല്ലപോലെ പഠിച്ചാൽ മാത്രമേ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ ഇക്വേഷനും നല്ലപോലെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം പോളാർ ഫോമാണ്. എന്തായിരുന്നു പോളാർ ഫോം എന്ന് പറയുന്നത്, r × cos θ + i sin θ ആണ് പോളാർ ഫോം. അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ആറിൻ്റെ വാല്യൂ ആണ്. r എന്ന് പറയുന്നത് r = √(a² + b² ആണ്. അതുപോലെ പിന്നെ വേണ്ടത് ടാൻ ആൽഫയാണ്. ടാൻ ആൽഫ എന്ന് പറയുന്നത് മോഡ് b/a ആണ്. മോഡ് b/a ആണ്. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം, അവിടുന്ന് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ശേഷം പിന്നെ തീറ്റയാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എയുടെയും ബിയുടെയും സൈൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഏത് ക്വാഡ്രൻ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കാം, ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എന്തായിരിക്കാം, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു
പൈ മൈനസ് ആൽഫയാണ്. തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിലോ മൂന്നാമത്തെ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ മൈനസ് പൈ ആണ്. ഓക്കെ, പിന്നെ നാലാമത്തെ ക്വാഡ്രൻ്റ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫയും ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ലാസ്റ്റ് ഈ കിട്ടിയ തീറ്റ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ പോളാർ ഫോമിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ് പോളാർ ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഇത് അന്ന് പറഞ്ഞ സമയത്ത് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയായിരുന്നു. അപ്പോൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ എടുത്തേക്കുക. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയ വാല്യൂ π/3 എന്നാണ് അന്ന് ഞാൻ വീഡിയോയിൽ എഴുതിയേക്കുക. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്, സോറി. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ചെയ്യുക. 30യുടെ പകരം വാല്യൂ എന്താണ്, π/6 ആണ്. ഓക്കെ, അന്ന് ഞാൻ പറഞ്ഞത് പൈയുടെ വാല്യൂ എന്ന് വെച്ചാൽ എത്ര, പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, 180/6 ആണ് 30 വരിക. ഓക്കെ, അപ്പോൾ 180/6 30 കിട്ടുമ്പോൾ എന്തായിരിക്കും, ഇവിടെ π/6 ആണ് 30 ഡിഗ്രി എന്ന് പറയാം. പിന്നെ 45 എന്ത് തന്നെയാണ്, π/4 തന്നെയാണ്, മാറ്റമില്ല. അതുപോലെ 60 ഡിഗ്രി ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഇവിടെ എത്ര വരും, ഇവിടെ π/3 ആണ് കറക്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് π/6 ആണ്, സോറി π/3 ആണ്. ഓക്കെ, പിന്നെ 90 π/2 തന്നെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ π/6ഉം ഇവിടെയാണ് π/3 വരിക. അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആർഗ്യുമെൻറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസും വേണം, അതുപോലെ ആർഗ്യുമെൻറ്റും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. മോഡുലസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലയോ, എവിടെ ആയിരുന്നു ക്വസ്റ്റ്യൻ, നമ്മൾ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് മോഡുലസ് വാല്യൂ നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു, ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ആ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ മോഡിസഡ് എന്തായിരുന്നു, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരുന്നല്ലോ. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് എന്ത് പറയുക, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വേണ്ടത് ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീറ്റയുടെ വാല്യൂ നമുക്ക് വേണ്ടത്. ഓക്കെ, ആർഗ്യുമെൻറ്റ് ചോദിക്കുമ്പോൾ എഴുതാൻ എന്താണ്, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ തീറ്റയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നോക്കാം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇസഡ് ഈക്വൽ ടു -1 മൈനസ് i√3 ആണ്. ഓക്കെ, അപ്പോൾ -1 മൈനസ് i√3 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ എഴുതുക. ഇവിടെ നോക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണ്, -1 ആണ്, ബിയുടെ വാല്യൂ -√3 ആണ്. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ -1 ഫസ്റ്റ് ടൈം, ബി എന്ന് പറയുമ്പോൾ ഐയുടെ കോഎഫിഷ്യൻ്റ് ആണ്, ഐയുടെ കൂടെ ഇവിടെ ഒരു മൈനസ് ആയതുകൊണ്ട് അപ്പോൾ -√3 ആയിരിക്കും ബിയുടെ വാല്യൂ ആയിട്ട് വരിക. പിന്നെ ആദ്യം വേണ്ട എന്താണ്, നമുക്ക് മോഡുലസ് ആണ് വേണ്ടത്. അപ്പോൾ മോഡുലസ് എന്താണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് മോഡുലസ് എന്ന് പറയാം. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ എയ്ക്കും ബിക്കും പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എയ്ക്ക് പകരം എന്ത് കൊടുക്കാം, -1 കൊടുത്തു കഴിഞ്ഞാൽ -1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും, നടുക്ക് പ്ലസ് ആണ്. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ ഇക്വേഷനകത്ത് ബിക്ക് പകരം -3 എന്ന് കൊടുക്കുക. സോ -3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ റൂട്ടിനകത്തുള്ളത് -1 സ്ക്വയർ ആണ്, -1ൻ്റെ സ്ക്വയർ +1 ആണ്. ഇവിടെ -3യുടെ സ്ക്വയർ ആണ്, -3യുടെ സ്ക്വയർ +9 ആണ്. ഓക്കെ, സോ ഇവിടെ -√3 ആയിരുന്നു ബിയുടെ വാല്യൂ. സോ എന്ത് വരും, ബിക്ക് പകരം -√3 എന്നാണ് വരിക. അപ്പോൾ -√3യുടെ സ്ക്വയർ അപ്പോൾ എന്തായിരിക്കും, ആ മൈനസ് ഒഴിവാകും. √3യുടെ സ്ക്വയർ എത്രയാണ്, അത് +3 ആണ്. ഇപ്പോൾ ഇവിടെ കിട്ടിയത് 1ഉം ഇവിടെ വരുന്നത് 3 ആണ്. 1 + 3 എന്ന് പറയുന്നത് 4 വരും. അപ്പോൾ റൂട്ടിനകത്ത് 4 ആയിരിക്കും വരിക. അപ്പോൾ √4ൻ്റെ വാല്യൂ എത്രയാണ്, അത് 2 ആണ്. സോ എന്ത് കിട്ടി, നമുക്ക് ഇവിടെ മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ഇനി വേണ്ടത് ആർഗ്യുമെൻ്റ് ആണ്. ആർഗ്യുമെൻറ്റ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൽ നിന്നും തീറ്റ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ തീറ്റയ്ക്ക് വേണമെങ്കിൽ ആദ്യം എന്ത് വേണം, ആൽഫ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ടാൻ ആൽഫ കണ്ടുപിടിക്കുക. സോ ടാൻ ആൽഫ ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു, അത് മോഡ് b/a ആണ്. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബിക്ക് പകരം -√3, എക്ക് പകരം -1. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു മോഡ് -√3/-1 എന്ന് വരും. സോ ഇവിടുത്തെ ഈ മേളിലും താഴെയുള്ള നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. ബാക്കി √3/1 √3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടാൻ ആൽഫയ്ക്ക് കിട്ടിയ വാല്യൂ √3 ആണ്. നമുക്ക് എന്താ വേണ്ടേ,
ആൽഫ വേണം. അപ്പോൾ ടാൻ ആൽഫ √3 ആണെങ്കിൽ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുക? ടാനിന് ഏത് ആംഗിളിലാണ് √3 വരിക എന്നാലോചിക്കുക. അപ്പോൾ ടാനിന് √3 വരുന്ന ആംഗിൾ ഏതാണ്? അത് ടാൻ 60 ആണ്. അപ്പോൾ ടാൻ 60 ആണ് √3 എന്ന് പറയാം. അപ്പോൾ 60ൻ്റെ വാല്യൂ എന്താ? അത് π/3 ആണ്. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ആൽഫ ഈക്വൽ ടു π/3 എന്ന് കിട്ടി. ഇപ്പോൾ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക? തീറ്റ എഴുതണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താ നോക്കണ്ടേ? എയുടെയും ബിയുടെയും സൈൻ നോക്കുക. അപ്പോൾ ഇതാ എ എന്ന് പറയുന്നത് -1 ആണ്, നെഗറ്റീവ് ആണ്. ബി എന്ന് പറയുന്നത് -√3 ആണ്, അതും നെഗറ്റീവ്. അപ്പോൾ എ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? എക്സ് ആക്സിസ് ആയി ആലോചിക്കുക. നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അതുപോലെ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ബിക്ക് വേണ്ടി എന്ത് ചെയ്യുക? വൈ ആക്സിസ് ആലോചിക്കണം. അപ്പോൾ വൈയുടെ നെഗറ്റീവ് അപ്പോൾ എന്ത് ചെയ്യുക? താഴേക്കും ലെഫ്റ്റിലേക്കും പോകുന്നതാണ് വരിക. സോ ഇവിടെ വരുന്ന ക്വാഡ്രന്റ് ഏതാണ്? അത് മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ്. ഇനി മൂന്നാമത്തെ ക്വാഡ്രന്റിൽ തീറ്റയുടെ വാല്യൂ, തേർഡ് ക്വാഡ്രന്റിൽ തീറ്റയുടെ വാല്യൂ എന്താണ്? അത് ആൽഫ - π ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? തീറ്റ ഈക്വൽ ടു ആൽഫ - π എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക? ആൽഫയ്ക്ക് പകരം π/3 എന്ന് കൊടുത്തു. ആൽഫ കിട്ടിയ വാല്യൂ π/3 ആണ്, -π അതുപോലെ. ഈ പൈയുടെ താഴെ 1 ഇട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ π - 3π/3 എന്ന് വരും. സോ അത് -2π/3 ആണ്. സോ എന്ത് കിട്ടി? ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ -2π/3 ആയിരിക്കും. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 + 4i. അപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ 3 + 4i ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ റൂട്ടാണ് √x എന്ന് പറയാം. 10ൻ്റെ സ്ക്വയർ റൂട്ടാണ് √10 എന്ന് എഴുതുക. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? 3 + 4i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? √3 + 4i ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഈ വാല്യൂ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലായിരിക്കും. അതായത് അത് x + iy ഫോമിലായിരിക്കും. സോ എന്ത് കൊടുത്തു നമ്മൾ? √3 + 4iക്ക് ഈക്വൽ ടു ഒരു x + iy എന്ന് എടുത്തു. ഓക്കെ, ഇത് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റ് സൈഡിലുള്ള റൂട്ട് കളയണം. അപ്പോൾ റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? സ്ക്വയർ ചെയ്യും. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വാല്യൂ വ്യത്യാസം ഉണ്ടാവും. സോ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. സോ ഇവിടെ √3 + 4i ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ ഉള്ള ടൈം x + iy ആയിരുന്നു. അപ്പോൾ അതിനും ഒരു ഹോൾ സ്ക്വയർ വന്നു. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ √3 + 4i ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു റൂട്ടും ഈ ഒരു സ്ക്വയറും ക്യാൻസലായി പോകും. അപ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസലായാൽ ബാക്കി അകത്തുള്ളത് 3 + 4i ഈക്വൽ ടു, ഇവിടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ x + iy ദ ഹോൾ സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ എന്ത് ഫോമിൽ കിടക്കുകയാണ്? a + b ദ ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാം. a + b ദ ഹോൾ സ്ക്വയർ എന്താണ്? a² + 2ab + b² ആണ്. ഓക്കെ, ഇക്വേഷൻ അറിയാത്തുണ്ടെങ്കിൽ എഴുതിയിടണം. അപ്പോൾ a + b ദ ഹോൾ സ്ക്വയർ ആണ്, അത് a² + 2ab + b² ആണ്. സോ ഇവിടെ എയുടെ വാല്യൂ x ആണ്, ബിയുടെ വാല്യൂ i × y ആണ്. അപ്പോൾ ആ ഇക്വേഷനകത്ത് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആദ്യമേ എയുടെ സ്ക്വയർ, അപ്പോൾ എന്ത് ചെയ്യുക? എക്ക് പകരം x. അപ്പോൾ x² പ്ലസ് ഇനി വരുന്നത് എന്താണ്? 2 × a × b ആണ്. അപ്പോൾ 2a × xa × iy എന്ന് വരും. ഒന്ന് ഓർഡർ എഴുതുകയാണെങ്കിൽ 2xy × y എന്ന് എഴുതി. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് b² ആണ്. അപ്പം ബിക്ക് പകരം എന്ത് കൊടുക്കാം? i × y എന്ന് കൊടുത്തു. സോ iy ദ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇവിടെ x² അതുപോലെ 2xy i അതുപോലെ. ഇവിടെ നോക്കുകയാണെങ്കിൽ iy ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ iക്കും സ്ക്വയർ ഉണ്ട്, അതുപോലെ yക്കും സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ yയുടെ സ്ക്വയർ y² ആണ്. iയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് i². i²ൻ്റെ വാല്യൂ എന്താണ്? അത് -1 ആണ്. സോ എന്ത് ചെയ്യും? ഈ -1 ഇവിടെ വരുമ്പോൾ ഈ പ്ലസ് മാറി എന്തായി? അവിടെ മൈനസ് ആയിട്ട് മാറി. സോ കിട്ടിയത് എത്രയാണ്? അപ്പോൾ നോക്കുക, 3 + 4i ഈക്വൽ ടു അവിടെ ഈ ആദ്യത്തെ x² ലാസ്റ്റുള്ള -y², അത് ഞാൻ ഒരുമിച്ചങ്ങ് എഴുതി. ഓക്കെ, ബാക്കി താണ്ടെ ഈ i ഉള്ള ടൈം അത് മാത്രം ലാസ്റ്റ് എഴുതി. അപ്പോൾ താണ്ടെ x² - y² ഒരു ബ്രാക്കറ്റിലും ലാസ്റ്റ് ഒരു 2xy × y എന്നും എഴുതി. അപ്പോൾ നോക്കിയാലേ ഈ റൈറ്റ് സൈഡ് താണ്ടെ ഇതൊരു a ആയിട്ട് എടുക്കുക. ഇത്രയും ടൈമിന് a എന്നും ഈ 2xy ഒരു b ആയിട്ടും എടുക്കുകയാണെങ്കിൽ a + ib ഫോമിൽ കിടക്കുകയാണല്ലോ. a + ib ആണ്. അതായത് എന്താണ്? ഇതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോമിലാണ്. അതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതും ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ നടക്ക് ഈക്വൽ സൈൻ ആണ്. ഓക്കെ,
അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണ് എങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, അതിൻ്റെ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കണം, അതുപോലെ ഇമാജിനറി പാർട്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇനി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഈ രണ്ട് കോംപ്ലക്സ് നമ്പറുകളുടെ റിയൽ പാർട്ടും അതുപോലെ ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ താണ്ടേ റിയൽ പാർട്ട് എന്ന് പറയുന്നത് x² - y² ആണ്, ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട്, അത് ഐയുടെ കൂടെ ടൈമാണ് ഇമാജിനറി പാർട്ട് വരിക. അപ്പോൾ 2xy ആണെന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്. സോ എന്ത് ചെയ്തു, അതേ ഈക്വൽ ടു ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്താണ്, 4 ആണ്. സോ അത് 4 ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അറിയില്ലെങ്കിൽ എഴുതി വെച്ചേക്കുക, എന്താണ് ഇവിടെ റിയൽ പാർട്ടും അല്ലെങ്കിൽ എന്താണ് ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്തേക്കുകയാണ് എന്ന് എഴുതി വെക്കുക. കാര്യം നിങ്ങളിനി എന്തെങ്കിലും എക്സാമിന് ടൈമിലായിരിക്കും എന്ത് ചെയ്യുക, ഇത് വീണ്ടും എടുത്ത് നോക്കുക. അപ്പം അന്ന് എന്ത് ചെയ്യത്തില്ല, ഇതെന്താ ചെയ്തേക്കെന്ന് ഓർക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി വെച്ചേക്കുക. കാര്യം എങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ഇതെടുത്ത് നോക്കുമ്പോൾ ഇതെന്താണ് ചെയ്തേക്കുന്നതെന്ന് അറിയത്തുള്ളൂ. സോ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ x² - y² = 3 എന്ന് കിട്ടി, അതുപോലെ 2xy = 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചുമ്മാ ഒരു 1 എന്ന് കൊടുത്തേക്കാണ്. ഈ ഒരു ഇക്വേഷന് ഒരു ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. എന്താണ്ടേ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ, അതായത് x² + y² = x² - y² + 2xy². ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ആദ്യമേ x² + y² ആണ്, അതിനൊരു ഹോൾ സ്ക്വയർ ഉണ്ട്, ഈക്വൽ ടു പിന്നെ എന്താ വരിക, x² - y² ആണ്, അതിന് ഒരു ഹോൾ സ്ക്വയർ പ്ലസ് ഒരു 2xy ഒരു ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷൻ ആയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തില്ല, x² + y² അറിയാവോ, ഇല്ല. അപ്പോൾ നമ്മുടെ x² + y² = അതുപോലെ ഇട്ടു. ഇവിടെ നോക്കുകയാണെങ്കിൽ x² - y² ആണ്, അതിൻ്റെ വാല്യൂ അറിയാമോ, അറിയാം. നമ്മുടെ x² - y² വാല്യൂ 3 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അതിന് പകരം വാല്യൂ 3 കൊടുത്തു. അപ്പോൾ 3² എന്ന് വരും. ഇനി അടുത്തുള്ളത് പ്ലസ് 2xy ആണ്. 2xy അറിയാമോ, അറിയാം. 2xyയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ 2xyക്ക് പകരം 4 എന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അവിടെ എന്ത് കിട്ടും, 4² എന്ന് വന്നു. ഇവിടെ ഉള്ളത് 3² ആണ്, 3² 9 ആണ്, പ്ലസ് ഒരു 4² ഉണ്ട്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ 16 + 9 എന്ത് കിട്ടും, ഇവിടെ 25 എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ x² + y² ആണ് 25 കിട്ടിയത്. അവിടെ നിന്നാണ്ടേ ഈ x² + y² എന്തായിരിക്കും, ഈ സ്കോർ കളണ്ടായോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ രണ്ട് സൈഡിൽ നിന്ന് റൂട്ട് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ സ്കോർ ക്യാൻസൽ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ x² + y² മാത്രം വരും, ഈക്വൽ ടു √25 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു, x² + y² = √25 എത്ര, അത് 5 ആണ്. ഓക്കെ, അപ്പോൾ ആ √25 പകരം 5 കൊടുത്തു. അതിന് ഞാൻ 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൊടുത്തു. ഓക്കെ, ഇനി ആലോചിക്കുക, നമ്മൾ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്തു, ഒരു ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഏതായിരുന്നു അത്, x² - y² = 3. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്, x² + y² = 5 ഉണ്ട്, അതുപോലെ x² - y² = 3 ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് അവിടുന്ന് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ വേണം. സോ സോൾവ് ചെയ്യേണ്ട എന്താ ചെയ്യുന്നത്, ഇവിടെ നാളെ നോക്കുകയാണെങ്കിൽ എക്സും x² ഉണ്ട്, y² - y² ഉള്ളത്. ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, തമ്മിൽ ആഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യും, ഒരു ടൈം ക്യാൻസൽ ആയി പൊക്കോളും. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ 2 + 1 ചെയ്യുകയാണെങ്കിൽ ഇവിടെ നാളെ x² + x² 2x² എന്ന് വരും. y² - y² 0 ആയിട്ട് പോയി. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ 5 + 3 8 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ 2x² = 8 ആണ്. അവിടെ വേണ്ട എന്താ, x² വാല്യൂ വേണം. സോ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചേക്കാണ്. ആ 2 ഇപ്പുറം വന്ന് എന്തായി പോകും, ഡിവൈഡ് ചെയ്യണം. സോ 8/2 ഇവിടെ 4 എന്ന് വരും. സോ കിട്ടിയത് x² = 4. ഇവിടുന്ന് എന്താ വേണ്ടേ, എക്സിൻ്റെ വാല്യൂ അല്ലയോ, x² 4 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, അത് √4 ആണ്. √4ൻ്റെ വാല്യൂ എന്താ, +or-2 ആയിരിക്കും. ഓക്കെ, √4ൻ്റെ വാല്യൂ +or-2 ആണ്. ഇനി എന്ത് കിട്ടി, എക്സ് കിട്ടിയാൽ y വേണം. അതിനോട് എന്ത് ചെയ്യുക, ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ 2 എടുത്ത് എന്ത് ചെയ്യുക, ഒന്നുകിൽ ഈ ഇക്വേഷനകത്തോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനകത്ത് കൊടുക്കുക. ഇവിടെ ഈ ഒരു ഇക്വേഷൻ കൊടുക്കുന്നു. ഇവിടെ അത് x² + y² = 5 ആണ്. അവിടെ നിന്നാണ്ടേ y² വാല്യൂ എന്തുമായിരിക്കും, ഈ x² ഇവിടെ ആഡ് ചെയ്തേക്കാണ്. അത് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ -x² എന്നാവും. അതായത് y² = 5 - x² എന്ന് വന്നു. ഓക്കെ, അവിടുന്ന് y² = 5 - x²ൻ്റെ വാല്യൂ എത്രയാണ്, x² 4 ആണല്ലോ. സോ എന്ത് ചെയ്തു, ഇവിടെ x² പകരം 4 കൊടുത്തു. സോ 5 - 4 1 എന്ന് വന്നു. അപ്പോൾ y² ആണ് 1,
അവിടുന്ന് വൈയുടെ വാല്യൂ എന്തുവാ √1 എന്ന് വരും. √1ൻ്റെ വാല്യൂ +or-1 ആണ്. അപ്പോൾ നോക്കുക എക്സിൻ്റെ വാല്യൂ +or-2 ആണ്, വൈയുടെ വാല്യൂ +or-1 ആണ്. ഇത്രയും കിട്ടി എന്ത് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കുക. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഇവിടെ ഫസ്റ്റ് എന്തുണ്ട് എക്സിന് 2 വാല്യൂ ഉണ്ട്, +2 ഉണ്ട് -2 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു +2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോഴുള്ള കറസ്പോണ്ടിങ് വൈ വാല്യൂ വേണം. വൈ വാല്യൂ എന്തായിരിക്കും ഉറപ്പായിട്ടും ഒന്നുകിൽ +1 ആയിരിക്കാം അല്ലെങ്കിൽ -1 ആയിരിക്കാം. കാര്യം എന്തേ ഉള്ളൂ വൈക്ക് 2 വാല്യൂ ഉള്ളൂ. ഒന്നുകിൽ +1 ആയിരിക്കാം അല്ലെങ്കിൽ -1 ആയിരിക്കാം. അത് +1 ആണോ അതോ -1 ആണോ എന്ന് തീരുമാനിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക നമ്മൾ രണ്ടാമത് വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അപ്പുറത്ത് എഴുതിയത് 2xy = 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാലേ ഇവിടെ x × y ആണ് ഉള്ളത്. അപ്പോൾ എക്സും വൈയും കൂടെ ഗുണിക്കുകയാണ്. അപ്പം ഗുണിക്കുമ്പോൾ കിട്ടുന്ന കാര്യം എന്തായിരിക്കും ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഇവിടെ എക്സിൻ്റെ കാര്യം എടുത്തേക്ക് നമ്മൾ 2 എന്നല്ലേ എടുത്തേക്കുക. അപ്പോൾ ഇവിടെ 2 കൊണ്ട് വൈയെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം പോസിറ്റീവ് ആവണം. അപ്പോൾ വൈയും ഉറപ്പായിട്ട് എന്തായേ പറ്റത്തുള്ളൂ പോസിറ്റീവ് ആയി പറ്റൂ. സപ്പോസ് ഇവിടെ വൈ നെഗറ്റീവ് ആണ് എന്തായിരിക്കും ഈ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആവും. കാര്യം എന്താ 2 പോസിറ്റീവ് ആണ് എക്സും പോസിറ്റീവാണ്. പിന്നെ ഇവിടെ നെഗറ്റീവ് ചാൻസ് ആര് മാത്രമേ ഉള്ളൂ വൈ മാത്രമേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായോ. അപ്പോൾ എന്ത് ചെയ്യുക എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ +1 ആണോ അതോ -1 ആണോ എന്ന് തീരുമാനിക്കണം. അതിനെന്ത് ചെയ്യുക ഇക്വേഷൻ നോക്കുക. ഇവിടെ എക്സും വൈയും ഗുണിച്ചേക്കാണ്. അപ്പോൾ എക്സ് ഓൾറെഡി പോസിറ്റീവ് ആണ്. കാര്യം എന്താ എക്സിൻ്റെ വാല്യൂ ആദ്യമേ നമ്മൾ 2 ആണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ വൈ മാത്രമേ ഉള്ളൂ. ആ വൈ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണ് പോസിറ്റീവ് ആയതുകൊണ്ട് വൈയും എന്തായി പറ്റൂ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കും വൈയുടെ വാല്യൂ +1 ആയിരിക്കും. അതുപോലെ തിരിച്ചു നോക്കുക. ഇനി എന്ത് ചെയ്യുക എക്സിന് -2 കൊടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും ഇവിടെ നോക്കുമ്പോഴേ എക്സിൻ്റെ വാല്യൂ -2 ആണ് വരിക. അപ്പോൾ ഇവിടെ എക്സ് നെഗറ്റീവ് ആണേ ആ നെഗറ്റീവ് നമ്പറിനെ വൈ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണ് അത് എന്നിട്ടും പോസിറ്റീവാണ്. അപ്പോൾ എന്തായിരിക്കണം വൈ നെഗറ്റീവ് ആവണം. അപ്പോൾ എന്താകത്തുള്ളൂ നെഗറ്റീവ് × നെഗറ്റീവ് ലാസ്റ്റ് വാല്യൂ പോസിറ്റീവ് ആകുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക എക്സിൻ്റെ വാല്യൂ -2 ആകുമ്പോൾ വൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ ഇത്ര എഴുതി എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആദ്യം എന്തായിരുന്നു 2 ആയിരുന്നപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരുന്നു +1 ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക പോളിന് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക എക്സിൻ്റെ 2 എഴുതുക, രണ്ടാമത്തെ വൈയുടെ +1 ആയതുകൊണ്ട് +i എന്ന് എഴുതുക. പിന്നെ എന്തുണ്ട് ഇനി ഇവിടെ തിരിച്ചു വരും അതായത് മൈനസും വരുമല്ലോ. സോ എന്ത് ചെയ്യുക അതുകൊണ്ട് പുറത്ത് നമ്മൾ ഒരു +or- കൊടുക്കുക. അപ്പോൾ +or-2 + i ആണ് എന്ന് പറയുന്നത് നമ്മുടെ √3 + 4i എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് വാല്യൂ ആണ് 2 + i എന്ന് പറയുന്നത് അല്ലെങ്കിൽ +or-2 + i. അപ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് -8 -6i. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പറാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുന്നു ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് അങ്ങ് എടുക്കുക. അപ്പോൾ √8 -6i ആണ് നമുക്ക് വേണ്ടത്. അതിനെന്ത് ചെയ്യുക = ഒരു x + iy ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇവിടെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും എന്ത് ചെയ്യുക സ്ക്വയർ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും റൂട്ട് മാറും. ഇവിടെ x + iy ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് a + b ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യണം a + b ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ a + b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a² + 2ab + b² ആണ്. ഇവിടെ എയുടെ വാല്യൂ എക്സും ബിയുടെ വാല്യൂ iy ആണ്. അപ്പോൾ ആദ്യമേ a², അപ്പോൾ x² എന്ന് വരും +2 × xy × y -y² എന്ന് വരും ലാസ്റ്റ് iy സ്ക്വയർ എടുക്കുമ്പോൾ. കാര്യം അവിടെ iയുടെ സ്ക്വയർ -1 ആണ്. ആ മൈനസ് ഇവിടെ വന്നിട്ട് എന്താവും അത് -y² എന്നാവും. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ് ലെഫ്റ്റ് സൈഡ് ഉള്ളത് -8 -6i ആണ് = ഇവിടെ എന്ത് ചെയ്യുക നമ്മൾ ഐയുടെ പാർട്ട് ഒരുമിച്ചും i ഇല്ലാത്ത ടൈം ഒരുമിച്ച് എഴുതുക. അപ്പോൾ i ഇല്ലാത്ത ടൈം ഇവിടെ x² ഉണ്ട് -y² ഉണ്ട്. അത് രണ്ടും എന്ത് ചെയ്തു ഒരുമിച്ച് എഴുതി. x² -y² നടുക്ക് +i × 2xy എന്ന് എഴുതി. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെ ഇതൊരു a ആയിട്ട് എടുക്കുക. ഇത് a + i × b ഫോമാണ്. ഓക്കെ, ഇത്രയും b ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് a + ib ഫോമിൽ കിടക്കുകയാണ്. സോ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ലെഫ്റ്റ് സൈഡ് എന്താ ഉള്ളൊരു കോംപ്ലക്സ് നമ്പറാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറയുകയാണ്. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ് അതിൻ്റെ ഇമാജിനറി പാർട്ടും ഈക്വൽ ആകണം, അതുപോലെ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക നമ്മളുടെ അടുത്ത സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ്റെ റിയൽ പാർട്ടും അതുപോലെ ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക ഇവിടെ x² - y² ആണ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട്. സോ
സോ അതേ ഈക്വൽ ടു എക്സ് സ്ക്വയർ എ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ റിയൽ പാർട്ട് എന്താണ് -8 ആണ്. സോ ഈക്വൽ ടു -8 എന്ന് കൊടുത്തു. അതിലൊരു ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ ഇമാജിനറി പാർട്ട് വേണം. അപ്പോൾ ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് എന്താണ് 2xy ആണ്. ഇവിടെ ഐയുടെ കൂടുള്ളത് -6 ആണ്. സോ എന്ത് ചെയ്തു, അത് ഇക്വേറ്റ് ചെയ്തു. 2xy ഈക്വൽ ടു -6 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ നോക്കുക. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2xy ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇവിടെ വാല്യൂ കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ എക്സ് സ്ക്വയർ എ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്, എക്സ് സ്ക്വയർ എ മൈനസ് വൈ സ്ക്വയർ ആണ്. അതിൻ്റെ വാല്യൂ എന്താ -8 ആണ് കിട്ടിയിട്ടുണ്ട്. സോ എന്ത് ചെയ്തു, ഈ ടേമിന് പകരം -8ൻ്റെ സ്ക്വയർ എന്ന് വന്നു. നടക്ക് പ്ലസ് ബാക്കി 2xy ആണ്. 2xyയുടെ വാല്യൂ എന്താ, അത് -6 ആണ്. ഇവിടെ എന്ത് ചെയ്യുക, -6ൻ്റെ സ്ക്വയർ എന്ന് വന്നു. ഇനി -8ൻ്റെ സ്ക്വയർ 64 ആണ്. -6ൻ്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് ഈക്വൽ ടു ഇവിടെ 64 പ്ലസ് 36 ആഡ് ചെയ്താൽ 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് 100 എന്ന് പറയാം. ഇവിടെ എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈ സ്ക്വയർ കളയാൻ വേണ്ടി എന്ത് ചെയ്യുക, രണ്ട് സൈഡും റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ സ്ക്വയർ പോവുകയും ചെയ്യും, ഇവിടെ റൂട്ട് 100 എന്ന് വരും. അപ്പോൾ റൂട്ട് 100 എത്ര, അതിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ താണ്ടേ ഇക്വേഷൻ നമ്പർ 1 ഏതായിരുന്നു, എക്സ് സ്ക്വയർ എ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു -8ഉം ഇതെന്ത് ചെയ്യുക, ഈ കിട്ടിയ ഇക്വേഷന് ഒരു ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക, എക്സ് സ്ക്വയർ എ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10. ഇനി എന്ത് ചെയ്യുക, ഈ പറയുന്ന 1ഉം 2ഉം എടുത്ത് സോൾവ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു -8. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 10. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു ടൈം ക്യാൻസൽ ആവണം. ഇവിടെ നാളെ -y സ്ക്വയർ ആണ് പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ വൈയുടെ ടൈം ക്യാൻസൽ ആവും. സോ എന്ത് ചെയ്യുന്നു, രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതാ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും 2x സ്ക്വയർ ആണ്. ഇവിടെ -y സ്ക്വയറും വൈ സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ബാക്കിയുള്ളത് -8 പ്ലസ് 10 ആണ്. അപ്പോൾ 10 - 8 അത് +2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 2x സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അവിടുന്ന് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ വേണം. അപ്പോൾ എന്തായിരിക്കും, ഈ 2 ഇവിടെ ഗുണിച്ചേക്കാണ് എക്സ് സ്ക്വയറിൻ്റെ കൂടെ, അതിപ്പുറം വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. സോ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ടു ഇവിടെ 2/2 എന്നാവും. ആ 2 പുറം വന്നാൽ 2/2 1. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കാം, അത് √1 ആണ്. √1ൻ്റെ വാല്യൂ +or-1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആയി. എക്സ് കിട്ടി, ഇനി ആരാ വേണ്ടേ, വൈ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനകത്തോ അല്ലെങ്കിൽ ഇതിനകത്തോ എന്ത് ചെയ്യുക, എക്സിന് കിട്ടി വാല്യൂ കൊടുക്കുക. ഇവിടെ നോക്കുകയാണെങ്കിലാണ് ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് ഇവിടുന്ന് വൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ എക്സ് സ്ക്വയറിനെ ആഡ് ചെയ്തേക്കാണ്, അത് ഇപ്പുറം വെച്ച് എന്താക്കും 10 - x സ്ക്വയർ എന്നായി. അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു 10 - x സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, വൈ സ്ക്വയർ ഈക്വൽ ടു 10 ഇവിടെ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയറിൻ്റെ പകരം വാല്യൂ കൊടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. സോ എന്ത് ചെയ്തു, അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 10 - 1 എന്ന് വരും. അത് എത്ര ആണ്, 9 ആണ്. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ വാല്യൂ 9 എന്ന് കിട്ടും. അതുകൊണ്ട് വൈ എന്തായിരിക്കും, അത് √9 ആയിരിക്കും. √9ൻ്റെ വാല്യൂ +or-3 ആണ്. ഇവിടെ എന്ത് കിട്ടി, എക്സിന് 2 വാല്യൂ ഉണ്ട്, +or-1 ഉണ്ട്. വൈക്കും 2 വാല്യൂ ഉണ്ട്, +or-3 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോഴുള്ള വൈയുടെ വാല്യൂ ഏതാണെന്ന് ആലോചിക്കുക. അപ്പോൾ എന്താ നോക്കണ്ടേ, എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈക്ക് എന്ത് വരാം, 2 വാല്യൂ ഉണ്ട്, വൈക്ക് +3 ഉണ്ട്, -3 ഉണ്ട്. അതിലേതും വരാം. അതിലേതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യണ്ടേ, എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. തൊട്ടപ്പുറം എഴുതിയ ഇക്വേഷനാണിത്. 2xy ഈക്വൽ ടു -6 ആയിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ നോക്കുമ്പോൾ x × y ഉണ്ട്. അപ്പോൾ രണ്ട് നമ്പർ ഗുണിച്ചേക്കാണ്, കിട്ടുന്ന ആൻസർ എന്തുവാ, നെഗറ്റീവ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എടുത്തേക്കുന്നത് 1 ആണ്. അപ്പോൾ ഈ 1 എന്തായിരിക്കും, എക്സ് എന്തായിരിക്കും, ഓൾവേസ് പോസിറ്റീവ് ആണ്. 2ഉം പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവിനെ y കൊണ്ട് ഗുണിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടണം. അപ്പോൾ y എന്തായേ പറ്റൂ, നെഗറ്റീവ് ആയാലേ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, എക്സ് പോസിറ്റീവ് ആണ്, കാരണം എക്സിൻ്റെ വാല്യൂ 1 എടുത്തേക്കുക. അപ്പോൾ പോസിറ്റീവ് നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം, ആ ഗുണിച്ച നമ്പർ നെഗറ്റീവ് ആവണം. സോ എന്തായിരിക്കും, ഇവിടെ y നെഗറ്റീവ് ആയിരിക്കും. സോ y എന്തായിരിക്കും അന്നേരം -3 എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ -3 ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കും, തിരിച്ചു വരും, എക്സ് -1 ആകുമ്പോൾ y +3 ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ ആദ്യം എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ -3 ആണ്. അത് വെച്ച് എന്ത് ചെയ്യുക, കോംപ്ലക്സ് നമ്പർ എഴുതുക. അപ്പോൾ 1ഉം -3ഉം 1 - 3i എന്ന് എഴുതുക. പിന്നെ എന്താ ചെയ്തി, +- മാറി വരുന്നതുകൊണ്ട് പുറത്തൊരു എന്ത് കൊടുക്കുക, +or- കൊടുക്കുക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റൂട്ട് എന്ന് പറയുന്നത് +or-1 - 3i ആയിരിക്കും. ഓക്കെ, ചെയ്ത് നോക്കുക.